ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശിവഭക്തർ പങ്കെടുക്കുന്ന ഉത്സവങ്ങളിലൊന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലെ ആലുവ മണപ്പുറമാണ്. ത്രിമൂർത്തികളിൽ സംഹാരത്തിൻ്റെ മൂർത്തിയും ദേവാദിദേവനുമായ ശിവഭഗവാനെ ഒരു നോക്ക് കാണുവാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശിവരാത്രി ദിനത്തിൽ ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മുടെ ജീവിതത്തിലെങ്കിലും ഒരിക്കലെങ്കിലും ആലുവ മണപ്പുറത്തെ ശിവരാത്രി ഒന്ന് കൂടിയിരിക്കണം കേട്ടോ. കാരണം അത്രമാത്രം പ്രത്യേകതകളാണ് ഈ ഒരു ശിവരാത്രി ദിനത്തിൽ ഇവിടെയുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ടൈംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആലുവ നഗരത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത അറിയാലോ, ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ശിവരാത്രി മഹോത്സവം നടക്കുന്ന ക്ഷേത്രം. എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന മാർത്താണ്ഡവർമ്മ പാലവും അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മുടെ ആലുവ മണപ്പുറത്തേക്കുള്ള ഒരു പാലമുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് കാഴ്ചകളുണ്ട് ശിവരാത്രി നിങ്ങളെ കാണിക്കാൻ വേണ്ടി. കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ശിവരാത്രിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പെരിയാറിൻ്റെ തീരം നമ്മുടെ 2018 പ്രളയകാലത്തേക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരു നഗരം കൂടിയാണിത്. ഈ നഗരത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഈ കാഴ്ചകൾക്കിടയിലൂടെ നടന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. പിന്നെ എൻ്റെ തൊട്ട് പുറകെ കാണുന്ന ആ വലിയൊരു മരം കണ്ടോ, ആ മരത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ദിലീപ് സിനിമ നടൻ ദിലീപിൻ്റെ ഒക്കെ വീടൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നിവിൻ പോലുള്ള വീട് ഇവിടെ തൊട്ടടുത്താണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ആ ഒരു ഉത്സവത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്താലോ. അപ്പം ഈ ഒരു വീഡിയോ തീരുന്നവരെ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തിൽ നമുക്ക് ഒരുമിച്ച് മണപ്പുറത്തേക്ക് യാത്ര ചെയ്യാം. വാ. പണ്ടുണ്ടല്ലോ, അതായത് എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു മണപ്പുറത്തേക്കുള്ള നടപ്പാലമൊക്കെ വന്നതിന് മുൻപ് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ചുറ്റിക്കറങ്ങി മാർത്താണ്ഡവർമ്മ പാലമൊക്കെ കൂടി വന്നമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് കൂടുതൽ ആൾക്കാർ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കടത്തായിരുന്നു കേട്ടോ. അപ്പം ഇന്നത് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ആയി, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അതൊരു ഓർമ്മയിലാട്ടോ. ശരിക്കും പറഞ്ഞാൽ ആലുവയിലുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കടത്തിലുള്ള ഓർമ്മകളും, എനിക്കിവിടെ കോളേജിലെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഈ കടവിലൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം അത്രമാത്രം ഭംഗിയാണ് പെരിയാറിൻ്റെ തീരം എന്ന് പറയുമ്പോൾ അറിയാലോ. അപ്പം നമ്മുടെ ഈ ഒരു ഇതാണ് കവാടം. മെയിനായിട്ട് മണപ്പുറത്തേക്ക് കിടക്കുന്ന ഇവിടുന്ന് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നടന്നങ്ങ് പോകണം. അവിടെ ശിവൻ്റെ ഒരു വലിയൊരു ആർച്ചൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിലൊരു ശിവൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. നല്ല രസം കേട്ടോ അത്. പിന്നെ ചുറ്റും ഇങ്ങനെ കടകളാണ് ഫുള്ളായിട്ട് ഇവിടെ. കാരണം മൊത്തം ആളുകൾ വരുന്നതല്ലേ, പല സ്ഥലത്തു നിന്നും ഒരുപാട് ഭക്തർ ഈ ഒരു ആലുവ ശിവരാത്രിക്ക് ബലിയിടാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കച്ചവടക്കാർക്ക് പൊടി പോരും ആ ഒരു സമയത്ത് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്. ആലുവ മഹാദേവ ക്ഷേത്രമാണ്. ചെറിയ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ഉത്സവം നടക്കുന്ന അമ്പലത്തിലൊക്കെ ഒരിക്കലൊക്കെ ഒന്ന് പോകണ്ട കേട്ടോ. അത്രയും ജനത്തിരക്കിന്റെ ഇടയ്ക്കൂടെ നമ്മളൊന്ന് പോകേണ്ട ഒരു കാഴ്ച നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ശിവന്റെ രൂപം കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണപ്പുറത്തോടെ കിടക്കും കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ആൾക്കാർ, പല സ്ഥലത്തുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് തമ്പടിക്കും ഇങ്ങനെ ഒരുപാട്. കാരണം വൈകിട്ട് രാത്രി 1 മണിക്കൊക്കെ ബലിയിടണേ. അപ്പൊ അതിനുവേണ്ടി ആൾക്കാർ ഇങ്ങനെ ഒരു ആലിഞ്ചോട്ടിലൊക്കെ ഇങ്ങനെ വന്ന് തമ്പടിക്കും കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ചെറിയൊരു തിരക്ക് മാത്രമാണ്. ഇത് കഴിഞ്ഞ ശേഷം ഇനി വലിയ തിരക്ക് വരാനിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന ജനങ്ങൾ കണ്ടോ, ഇവരെല്ലാം ഇങ്ങനെ ബലിയിടാൻ വന്നേക്കുന്ന ആളുകളാട്ടോ. അപ്പോൾ രാത്രി 1 മണിക്ക് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യണം ആ ബലി സമയത്തിന് വേണ്ടി. അങ്ങനെ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നിങ്ങനെ തമ്പടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ തമ്പടിക്കാനുള്ള ഇടങ്ങളാണ് ഇത് മൊത്തം. ഇങ്ങനെ പുല്ലൊന്നും ഇല്ല കേട്ടോ. ശരിക്കും വേനൽക്കാലം ആയതുകൊണ്ട് പുല്ലൊക്കെ കരിഞ്ഞു പോയി. അല്ല, പെരിയാറിന്റെ തീരെന്ന് പറയാൻ പാടില്ല, ഫുള്ള് ഇങ്ങനെ മണ്ണ് നിറഞ്ഞുള്ള സ്ഥലമാണ്. ഇങ്ങനെ പൂഴി മണ്ണാണ്. അപ്പോൾ അത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എങ്ങും ഒരു ഭക്തജന സാഗരം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഹാകുംഭമേളയൊക്കെ നടക്കും പോലെയുള്ള അതിൻ്റെ ഒരു 1% ആളുകൾ ഇവിടെ ഒരു സമയത്ത് വരുന്നുണ്ടോ. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ശിവരാത്രിക്ക് ഭക്തജനങ്ങൾ വരുന്ന ഒരു ഇടം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിന് തന്നെ അത്രത്തോളം പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ആളുകൾക്കിടയിലൂടെ പെരിയാറിന്റെ തീരത്തൂടെ ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ഈ ശിവരാത്രിയുടെ ഈ ഒരു സമയത്ത് നിയന്ത്രിക്കാൻ വേണ്ടി ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വോളണ്ടിയർമാരുണ്ട്. അങ്ങനെ വിവിധ സംഘടനകളെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി തന്നെ. കാരണം അത്രമാത്രം ഭക്തജനങ്ങൾ വരുന്ന ഒരു ഇടമാണിത്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മൊബൈലൊക്കെ അടിച്ചിട്ട് പോകും. കാരണം ഒരുപാട് ആളുകൾ തന്നെയല്ലേ, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും അവനവൻ്റെ സാധന സാമഗ്രികളൊക്കെ വളരെ സൂക്ഷിച്ച് വന്നു ഇവിടെ നിൽക്കാൻ വേണ്ടി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ നമസ്കാരം, നമസ്കാരം, കുലഹോമം എന്നിവ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്താവുന്നതാണ്. ശിവരാത്രി ദിനത്തിലെ പ്രധാന നിവേദ്യങ്ങളായ അപ്പം, അരവണ,
അപ്പം നമ്മൾ തൊഴാൻ പോകണേ കേട്ടോ, ആ പെരിയാറിൻ്റെ അക്കരയെന്ന് പറഞ്ഞ ആൾക്കാർ ആ ഒരു പാലം കയറിയിട്ട് ഇതുവഴി വന്നിട്ട് ഇതിങ്ങനെ ഈ കൗണ്ടർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇങ്ങോട്ട് തൊഴാൻ പോകും കേട്ടോ. അത് അത്യാവശ്യം നല്ല ഒരുപാട് ഭക്തജനങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കാട്ടോ. കണ്ടോ, സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ പാലത്തിൻ്റെ അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ അക്കരെ പോയിട്ട് അക്കരത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് ഇക്കരയിലോട്ട് വരാം കേട്ടോ. കണ്ടോ, ഒരുപാട് ബലിതർപ്പണത്തിനുള്ള ഒരുപാട് കൗണ്ടറുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. രാത്രി ആകുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് നിറയും കേട്ടോ. അത്രമാത്രം ഭക്തജനങ്ങളായിരിക്കും ഇവിടെ കേട്ടോ. ഇവിടെ തോർത്തൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ തോർത്തൊക്കെ വാങ്ങിക്കാം. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ആരും വീട്ടിൽ നിന്ന് തോർത്തം കൊണ്ടുവരേണ്ട കാര്യമില്ല കേട്ടോ. മുകുന്ദപുരം, കണയന്നൂർ, കുന്നത്തുനാട്, വടക്കൻ പറവൂർ എന്നിവയുൾപ്പെടെയുള്ള വില്ലേജുകൾ സംയോജിപ്പിച്ച് 1956 ആലുവ താലൂക്ക് രൂപീകരിച്ചത്. 1913 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈത ആശ്രമം ഈ ഒരു പെരിയാറിൻ്റെ തീരത്തുണ്ട്. അതുകൂടാതെ തന്നെ 2017 കേരളത്തിൽ ആരംഭിച്ച കൊച്ചി മെട്രോയുടെ വടക്കൻ സ്റ്റാർട്ടിംഗ് പോയിന്റും ആലുവയിൽ നിന്നാണ് തുടങ്ങുന്നത്. പുരാവസ്തു ഗവേഷകർ 250 BC മുതലുള്ള വാസസ്ഥലങ്ങളുടെ തെളിവുകളും ഈ ഒരു ആലുവയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാട് തന്നെയാണ് ആലുവ. ആലുവയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു എപ്പിസോഡ് പോരാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാലത്തിൽ കൂടെയാണ് പോകുന്നത്. ഈ പാലം വരുന്നതിന് മുമ്പ് ഞാൻ ആ കടവ് കണ്ടില്ലേ, ആ കടവിലുള്ള കടത്ത് വഴിയായിരുന്നു ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു പാലം വന്നതോടുകൂടി ആലുവയിൽ ബസ് സ്റ്റേഷനിൽ ബസ് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് നടന്നിങ്ങ് വരാട്ടോ ജസ്റ്റ്. അപ്പോൾ അത് അത്രയും എളുപ്പമാണ്. എന്താല്ലേ, ചില പാലങ്ങൾ കൊണ്ട് ഒരു നഗരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ എത്രയാണെന്ന് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഈ ഒരു പാലത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കാറ്റുണ്ട്. നമ്മൾ പെരിയാറിൻ്റെ കാഴ്ചകളെ കണ്ട് ശിവരാത്രി മണപ്പുറത്ത് ഇങ്ങനെ ആലുവ മണപ്പുറത്തോടെ ആളുകളിങ്ങനെ മഹാദേവനെ തൊഴാൻ വേണ്ടി പോകുന്ന കാഴ്ചകളെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാട്ടോ. പിന്നെ എല്ലാം സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ലൊരു കാറ്റുണ്ട്. ഈ ബലിമണ്ഡപം ഇവിടെ എനിക്ക് വേണേൽ ഒരു 10-25 ബലിമണ്ഡപം തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഓരോ ശാന്തിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ബലിയിടാം കേട്ടോ. ഇപ്പോൾ പെരിയാറിൽ കണ്ടോ, അവിടെ ശരിക്കും നമ്മുടെ ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾ ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് പോകാതിരിക്കാനൊക്കെ കേട്ടോ. നീന്തൽ അറിയാത്തവർക്കും ബലിയിടണമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും വൺസ് ഇൻ എ ലൈഫ് നമുക്ക് ഈ ഒരു ആലുവ ശിവരാത്രിയുടെ കാഴ്ചകൾ ഒന്ന് കാണേണ്ട തന്നെയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം ശിവഭക്തരുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ വരുമ്പോഴാണ് ഓർക്കണേ. ത്രിമൂർത്തികളിൽ ഒരാളാണല്ലോ ശിവൻ. അങ്ങനെ ചരിത്രവും ഐതിഹ്യവും കൂടി കലർന്നിട്ടുള്ള ഈ ഒരു ആലുവ മണപ്പുറത്ത് ഒരിക്കലെങ്കിലും ശിവരാത്രി കൂടാൻ വേണ്ടി ഈ ഒരു വീഡിയോ മെയിനായിട്ട് നമ്മൾ അടുത്ത വരും വർഷത്തിൽ നിങ്ങൾ ശിവരാത്രിക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. പാലത്തിൻ്റെ ഇക്കരെ എത്തി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നമ്മളെ ഇങ്ങനെ കിടത്തില്ല കണ്ടോ. അതിലേക്കൂടെ പോകാനും നമുക്ക് അതിലേ പറ്റില്ല കേട്ടോ. ഇങ്ങനെ വന്നിട്ട് നമ്മളിതിലേ നടന്നു പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പെരിയാറിൻ്റെ തീരത്തോടെ ഇങ്ങനെ നടന്ന് നമ്മുടെ ദിലീപേട്ടൻ്റെ വീടൊക്കെ ഇതിൻ്റെ തൊട്ട് മുകൾ ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. നേരെ ആലുവ ടൗണിൽ ചെന്നിട്ട് അവിടുന്ന് നേരെ അപ്പുറത്തെ പാലത്തിലേക്ക് വരാം. നമ്മൾ പോകുന്ന വഴിക്ക് ആലുവ നഗരസഭയുടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്, മുനിസിപ്പൽ പാർക്ക്. ഈ ചുറ്റും ഇങ്ങനെ വീടുകളാട്ടോ. ഒരു സെൻറ്റ് പോലും ഇടപെടാതെ ഇങ്ങനെ തുരുത്തുരാന്ന് വീടുകളായി ഈ ഒരു ഏരിയയിൽ മൊത്തം. നമ്മളിനി ആലുവ ടൗണിൽ ഇറങ്ങിയിട്ട് ടൗണിൽ നിന്ന് നേരെ ചുറ്റിയാണ് അപ്പുറത്തെ പാലത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മുനിസിപ്പൽ പാർക്കിൻ്റെ അവിടെയാണ് വന്നിറങ്ങിയത്. ഇനി അവിടെ നേരെ അങ്ങോട്ട് പോയാൽ നമ്മൾ ആ ഇൻട്രോ എടുത്തില്ലേ, ആ ഇൻട്രോ എടുത്തിട്ടുള്ള ആ ഒരു കടത്തിലോട്ടാണ് നേരെ പോകുന്ന വഴിയായിട്ട് വഴി. അപ്പോൾ ഇത് ഒരുപാട് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പോലീസ് എല്ലാം ക്രമീകരിച്ചാട്ടോ ഇട്ടേക്കണേ. ആളുകളെ ഒരു സൈഡിലോട്ട് മാത്രമേ ഉള്ളൂ ആളുകളെ കിടത്തി വിടുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മൾ വന്നിട്ടുള്ള ആ പാലത്തിൻ്റെ അങ്ങോട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ചകളെ കണ്ടിട്ട് നമുക്കിനി ആ വന്ന പാലത്തിൻ്റെ അങ്ങോട്ട് ഇതിലേക്കൂടെ വേണം പോകാൻ കേട്ടോ. ഇനി കുറേ ദൂരം അങ്ങ് നമ്മൾ നടന്നാൽ മാത്രമേ ഉള്ളൂ ആ പാലത്തിൻ്റെ അങ്ങോട്ട് എത്തുള്ളൂ. ഇതിൻ്റെ പുറകെയാണ് ഒരു അക്ക ഇരിക്കുന്നുണ്ടോ. ഇത് ആലുവ എനിക്ക് വേണ്ട ശിവരാത്രിക്ക് മഹോത്സവം തുടങ്ങുന്ന ആദ്യ കാലഘട്ടത്തിലേ തൊട്ടുള്ള ഒരു കട കേട്ടോ. എല്ലാ വർഷവും പുള്ളിക്കാരി ഇവിടെ കടയൊക്കെ ഇടാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഒരാൾ എനിക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ചുറ്റി കറങ്ങിയിട്ട് ഏകദേശം ഒരു കുറച്ചുകൂടെ ഒരു 100-300 മീറ്ററോളം നടന്നിട്ട് വേണം ഇനി നമ്മൾ വന്ന പാലത്തിൻ്റെ അങ്ങോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ ഇത് പാലസ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം. അപ്പോൾ ആ പാലത്തിന് അവിടെ വരെ പോയിട്ട് അതിൻ്റെ ജസ്റ്റ് പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ശിവരാത്രി കൂടാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് ഈ വരുന്ന ആൾക്കാർ. എനിക്ക് വേണമെങ്കിൽ ഈ ആലുവ തന്നെയുള്ള ആളുകളല്ല കേട്ടോ, പല സ്ഥലത്തു നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ വന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലസ് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഗസ്റ്റ് ഹൗസ് ആണ് ഇപ്പം നിലവിൽ ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ. അല്ല നമുക്ക്
ഇങ്ങോട്ട് പ്രവേശിക്കാതെ, പക്ഷേ ഇവിടെ എടുക്കത്തില്ല നിലവിൽ. പാലസിൻ്റെ ഉള്ളോട്ട് നമുക്ക് കയറത്തില്ല, നമുക്ക് ഇങ്ങനെ നടക്കാം. നമ്മുടെ പ്രേമം സിനിമ കണ്ട് ആരും ഈ ഒരു ഗോബൂസ് കൂൾ ബാർ ബേക്കറി നമ്മൾ മറക്കില്ല കേട്ടോ. കാരണം അതിനകത്തൊരു മെയിൻ ലൊക്കേഷനാണിത്. അങ്ങനെ നമ്മൾ ആ ഒരു ഈ സൈഡിലേക്ക് കേട്ടോ പോണേ. ഇത് മഹാദേവ ക്ഷേത്രം ആലുവ കണ്ടോ. അപ്പോൾ നമ്മൾ വന്ന പാലത്തിന് അങ്ങോട്ടാണ് പോണേ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡാണ് കേട്ടോ ആൾക്കാർ. അങ്ങോട്ട് പോയാൽ മെയിനായിട്ട് ആലുവ ടൗണാണ്. ഇവിടെ നിന്ന് പാർട്ടി കിടക്കണം കേട്ടോ. നമ്മുടെ സിനിമാടൻ ദിലീപേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് ഗേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ദിലീപേട്ടൻ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പെരിയാർ പാലസാണ്. ഇതാണ് പാലസിൻ്റെ. എനിക്ക് വേണമെങ്കിൽ ഇത് പുതുക്കി പണിതിട്ടുള്ള ഇപ്പോഴത്തെ ഉള്ള ഒരു രീതി കേട്ടോ. ഇവിടെ വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്. അതിലേക്കിടെ ഒരു ഫ്ലൈറ്റ് വേണം കേട്ടോ. കണ്ടോ, നമ്മൾ ആ വഴി ഇറങ്ങിയിട്ട് അതിലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ വഴി അങ്ങോട്ട് പോവാം. ആലുവ ശിവരാത്രി കൂടാൻ വേണ്ടി തന്നെ പല സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പോലെ ഇവിടെ ആൾക്കാരുണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസൊക്കെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ആലുവ നഗരത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ ഒരു ശിവരാത്രി ദിവസം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങിയാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും തിരിച്ച് വന്നേക്കുന്നത്. അത്യാവശ്യം നമ്മൾ ആ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ എല്ലാം പോയിട്ടാണ് ഇത് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഒരു 6 കാലൊക്കെയായിട്ടൊരു സമയം. ഇപ്പം ഇവിടെ തൊട്ടടുത്തായിട്ട് 1, 2, 3 ആലുണ്ട് കേട്ടോ. ആൽമരം ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ക്യൂ നിന്ന് തൊഴണമെങ്കിൽ അങ്ങേറ്റത്തുനിന്ന് വേണം കേട്ടോ വരാൻ വേണ്ടി. അങ്ങേറ്റത്തുനിന്ന് ക്യൂ നിന്ന് തൊഴണം. അപ്പോൾ അത്യാവശ്യം ഉള്ളിലോട്ട് എത്തുമ്പോൾ തന്നെ നല്ല സമയം എടുക്കും കേട്ടോ. അപ്പം അതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി തൊഴുന്നില്ല കേട്ടോ. നമ്മൾ പുറത്ത് നിന്നാ തൊഴുന്നുള്ളൂ. കാരണം അമ്പലത്തിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ പുറത്തുള്ള കാഴ്ചകളാണ് മൊത്തം നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യണ ഇത്രയും വലിയ ഗ്രൗണ്ടിലാട്ടോ. ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, അത് ആ പുഴയോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. എറണാകുളത്ത് നിന്ന് 20 കിലോമീറ്ററും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 12 കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം. ആലുവ ശിവരാത്രിയോടൊപ്പം തന്നെയാണ് ആലുവ ഫെസ്റ്റും നടക്കുന്നതെന്ന് തോന്നുന്നു. ആ ഒരു ഏരിയയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഒരു കാർപ്പറ്റ് വിരിച്ചേക്കണേ. മണ്ണൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ വേറെ കൗണ്ടറുണ്ട്. പിന്നെ ജില്ലാ ആശുപത്രിയുടെ ഒരു സേവനം ഇവിടെ ലഭ്യമാണ്. എന്തെങ്കിലും എമർജൻസി ഘട്ടങ്ങളോ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ പോകാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പാടുകളും ചെയ്തിട്ടാണ് ഈ ഒരു ആലുവ ശിവരാത്രി മഹോത്സവം ഇവിടെ കൊണ്ടാടുന്നത്. ആലുവയുടെ ആ ഫെസ്റ്റിൻ്റെ ഏരിയ എനിക്ക് തോന്നുന്നു 1 മാസത്തോളം അത് ഓപ്പണാണ്. ആ ഒരു ഏരിയ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ പോകാം. ഇഷ്ടംപോലെ റൈഡുകളും കാര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. അതിൽ ഈ പരശുരാമൻ പണിതിട്ടുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നാണ് ഇത് വിശ്വസിച്ച് പോരുന്നത്. അപ്പം ആദ്യം പണിതിട്ടുള്ള ക്ഷേത്രം ഈ വെള്ളപ്പൊക്കത്താൽ നശിച്ചു എന്ന് പറയപ്പെടുന്നു. പിന്നെ ഉണ്ടായിരുന്ന ശിവലിംഗമാണ്. പിന്നെ വില്ലുമംഗലം സ്വാമി ഇവിടെ വന്നപ്പോൾ ശിവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും അദ്ദേഹം ആ ശിവലിംഗത്തെ ആരാധിക്കുകയും ചെയ്തു. അന്ന് തൊട്ടാണ് ഈ ക്ഷേത്രം വീണ്ടും ആരാധന തുടങ്ങിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾക്ക് നടുവിലാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ശിവക്ഷേത്രത്തെക്കുറിച്ച് വേറെ കഥകളൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ശിവരാത്രിയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ പാലാഴി മദനത്തിൽ ഉയർന്നു വന്ന കാളകൂടവശം ലോകത്തിൻ്റെ രക്ഷയ്ക്കായി പാനം ചെയ്ത ശിവഭഗവാനെ ഓർത്ത് പാർവതി ദേവിയും ദേവന്മാരുമെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി. ഇങ്ങനെ 2-3 കഥകളുണ്ട് ശിവരാത്രിയെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നൊരു കഥ കമൻറ്റ് ചെയ്യുക. ശിവഭഗവാനെ ഒരു നോക്ക് കാണാൻ ക്യൂ നിൽക്കുന്ന കേട്ടോ ഭക്തജനങ്ങളിപ്പം. നമ്മൾ ഈ കാണുന്ന ഭക്തജനങ്ങൾ കണ്ടോ, ഇതെല്ലാം ബലിയിടാൻ വേണ്ടി ഇങ്ങനെ തമ്പടിച്ചേക്കുന്ന ആളുകളാട്ടോ. ഇവിടെ ബലിതർപ്പണത്തിനുള്ള കൗണ്ടറുകൾ ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ അങ്ങ് വരെയുള്ള കൗണ്ടറുണ്ട്. അപ്പോൾ ഇവർ രാത്രി ഒരു 12 മണി അല്ലെങ്കിൽ 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടുത്തെ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും കേട്ടോ. പിന്നെ വെളുക്കണോടും വരെ ഇത് തന്നെയാണ് ഇവിടെ പരിപാടി. അപ്പോൾ ഇതാണ് ഇവിടെ പൊട്ടിമയ കേട്ടോ. പൊട്ടിയെന്ന് വെച്ചാൽ പോലെ അന്തരീക്ഷം മൊത്തം പൊട്ടി പട്ടലോ കേട്ടോ. കണ്ടോ, പോലീസുകാരെല്ലായിടത്തും ഇങ്ങനെ വിന്യസിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ ഡ്യൂട്ടി കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഒത്തിരി ജനലക്ഷങ്ങൾ വന്ന സ്ഥലമല്ല, അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ഉത്സവമാണല്ലോ ഈ ശിവരാത്രി. അപ്പോൾ ഇവിടുത്തെ ആലുവ മുനിസിപ്പാലിറ്റിയും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ കൂടി ഒരുക്കിയേക്കുന്ന ക്രമീകരണങ്ങൾ എന്തായാലും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മുടെ തൊഴാൻ കണ്ടോ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നത്.
ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഫുള്ള് ഭക്ഷണക്കട, ബജ്ജി ഉണ്ട്, പല രീതിയിലുള്ള ബജ്ജിയൊക്കെ ഉണ്ട്, അവിടെ നിന്നും കഴിക്കാം കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ആലുവ മണപ്പുറത്തെ ശിവരാത്രി ഒന്ന് കൂടുന്ന തന്നെ കേട്ടോ. കാരണം വെച്ചാൽ അത്രമാത്രം ഭക്തജനങ്ങളാൽ സമ്പന്നമാണ് ഈ ഒരു മണപ്പുറം. ഇനിയിപ്പോൾ വെളുപ്പാങ്കാലം വരെ ഇവിടെ ഇതുപോലെ ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആലുവ മണപ്പുറത്തൊന്ന് ഈ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്തു പറയത്തക്ക ഒരു ശിവന്റെ ഭക്തർ ഒഴുകി വരുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഈ ഒരു ആലുവ മണപ്പുറം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏതാണ് ശിവൻ്റെ അമ്പലം, നിങ്ങൾ ശിവരാത്രി എവിടെയൊക്കെ കൂടാൻ പോയിട്ടുണ്ട്, ആലുവ മണപ്പുറത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയാലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഇപ്പം ഞാൻ പോയ വഴികളിലൊക്കെ ഇല്ലേ, അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അതിലൂടെയൊക്കെ പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ ഇടവഴികളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും വരുമ്പോൾ തന്നെ ആൾക്കാരോട് ചോദിക്കുക ഇതിലൂടെയൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാഴ്ചകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് മെയിനായിട്ടും ആ ശിവരാത്രിയുടെ ഈ ഒരു ക്രൗഡെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ശിവരാത്രിക്ക് ഈ ഒരു ആലുവ മണപ്പുറം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ മാത്രമാട്ടത്. പിന്നെ ഇതായിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു കണ്ടോ കാർപ്പറ്റൊക്കെ വിരിച്ചുള്ള ഏരിയ ആണ് ഇത്. ഫുള്ള് ഇവിടെ മണൽ, അപ്പുറത്തും ഇപ്പുറത്തെ മൊത്തം മണലല്ല. ഇപ്പം മണലിങ്ങനെ ഇങ്ങോട്ടുള്ള തിരക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫുള്ള് കാർപ്പറ്റൊക്കെ വിരിച്ചേക്കണേ. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് വേണേൽ ഈ ഒരു സ്റ്റോളുകളൊക്കെ ഏകദേശം ഒരു മാസത്തോളം ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ ഈ ഒരു ഫ്രൈഡേയിലൊക്കെ കയറാം കേട്ടോ. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആലുവ. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ, കുറേ മൊജിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കോഴിക്കോടൊക്കെ അങ്ങാടിയിലൊക്കെ പോയായില്ലേ, അതുപോലുള്ള കുറേ കടകളൊക്കെ ഇവിടെ കാണാം കേട്ടോ. കൊള്ളാമല്ലേ? എന്തായാലും ശിവരാത്രി കൂടുന്നതിനൊപ്പം തന്നെ ഇവിടുത്തെ സംസ്കാരവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല കാഴ്ചകൾ ആലുവയിൽ വന്നാൽ നിങ്ങൾക്ക് ആസ്വദിക്കാം കേട്ടോ. കണ്ടോ ഈ അവിടെ ഫുള്ള് ആകാശമൂഞ്ഞാലും മറ്റുള്ള റൈഡുകളൊക്കെ കേട്ടോ. ആലുവ ഉറങ്ങാത്ത രാത്രി. അപ്പം ഈ റൈഡിലൊക്കെ കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. അപ്പം ഞാൻ അതിലൊന്നും കയറുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ഇങ്ങനെ തീരുവാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതാണ് ഈ റൈഡുകൾ തൊട്ടപ്പുറത്താട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോവാണ്.